സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരക്കാരുമായുള്ള ആരോഗ്യമന്ത്രിയുടെ ചർച്ച ഇന്ന് നടക്കും. ആശാപ്രവർത്തകരുമായുള്ള ചർച്ച വൈകിട്ട് 3-ന് മന്ത്രിയുടെ ചേംബറിലാണ്. ഇതിനു മുൻപ് 2 തവണ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനാൽ സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, കഴിഞ്ഞ ചർച്ചകൾ നടന്നപ്പോഴെല്ലാം അവരുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ അവർ വളരെ ശക്തമായ സമരപരിപാടികളുമായി പിന്നീട് മുന്നോട്ട് പോവുകയായിരുന്നു. നമുക്കറിയാം, മുടി മുറിച്ച് വരെ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടക്കുമ്പോൾ പ്രതീക്ഷ അവർക്കുണ്ടോ? ഓരോ തവണയും നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പ്രതീക്ഷയുണ്ട് എന്നാണ് പറയാറ്. പക്ഷേ അറിയാം പിന്നീട് അവരെടുത്ത നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന്. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന ചർച്ചയിലും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ചർച്ചയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണോ അവരുടെ? വീണ, പല ദിവസങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന സമരം അവരുടെ ആശ പറ്റി, അവരുടെ ആശാ സമരമാണ് നടക്കുന്നത്. പക്ഷെ ഇന്ന് ആശാ വർക്കർമാരുടെ സമരപന്തലിലേക്ക് എത്തുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്കും ലഭിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ച നടത്തിയിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ചില പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് നിർണായകമായ 3-ാം ഘട്ട ചർച്ച ഈ ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി നടത്താൻ പോകുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സമയത്തും ഈ ആശമാർ ഈ ഒരു സമരത്തെ കാണുന്നത്, ഒപ്പം തന്നെ ഇന്നത്തെ ചർച്ചയും കാണുന്നത്. നമുക്ക് സമര സമിതി പ്രതിനിധികളടക്കമുള്ളവർ ജനം TVക്ക് ഒപ്പം ചേരുന്നു. ഇപ്പോൾ ഒരു നിർണായകമായ 3-ാം ഘട്ട ചർച്ച, എന്ത് പ്രതീക്ഷയാണുള്ളത്? ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. കാരണം 53 ദിവസമായി സമരം നടത്തുന്ന ഒരു സമരസമിതിയെ വിളിച്ചുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. അതിലാകട്ടെ വളരെ പ്രധാനപ്പെട്ട 2 ഡിമാൻഡുകൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ഡിമാൻഡുകൾ സമ്പൂർണ്ണമായും സർക്കാർ പരിഗണിച്ച് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പല ഘട്ടങ്ങളിലും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നില്ല, ചർച്ച നടത്തുന്നില്ല, കേന്ദ്ര ആവശ്യങ്ങൾ കേൾക്കുന്നില്ല, സഹായം നൽകുന്നില്ല എന്നൊക്കെയായിരുന്നു മന്ത്രി പറഞ്ഞത്. പക്ഷെ ഇന്നലെ അതൊക്കെ നടന്നിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു പ്രതീക്ഷയുണ്ടല്ലോ. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. സംസ്ഥാനം നിർവഹിക്കേണ്ടുന്ന ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് പോകുന്നത് രണ്ടാമത് പോകാം. അത് വേണമെങ്കിൽ എല്ലാ ട്രേഡ് യൂണിയനുകളുമായിട്ട് ചേർന്ന് അത് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച് പോകാമെന്നാണ്. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ ചർച്ച നടക്കേണ്ടുന്നത് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 53 ദിവസമായി സമരം ചെയ്യുന്ന സമരസമിതി ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡിന് മേലായിരിക്കണം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഞങ്ങൾക്ക് നിലപാടുണ്ട്. പ്രതീക്ഷയിലാണ്. അംഗീകരിക്കുകയാണെങ്കിൽ സമരം അവസാനിപ്പിക്കുമില്ലെങ്കിൽ തുടരും. തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷയിലാണ്. കാരണം ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ഇവിടെ ഇരിക്കാൻ വന്നിരിക്കുന്നതല്ല. ഞങ്ങൾക്ക് പോകണം, ഫീൽഡിൽ പോകണം, പ്രവർത്തിക്കണം. അതുകൊണ്ട് എത്രയും വേഗം ഈ സമരം രമ്യമായി പരിഹരിച്ച് സമരം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സൂചിപ്പിച്ചത് വളരെ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും കൂടിയാണ് ഇന്ന് 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലേക്ക് ഇവിടെ നിന്നുള്ള പ്രതിനിധികൾ പോന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഏകദേശം 53 ദിവസമായി ഈ സമരം തുടരുന്നു. 15 ദിവസമായി നിരാഹാര സമരം ഇവിടെ തുടരുകയാണ്. പലരുടെയും ആരോഗ്യസ്ഥിതി മോശമായി, പലരുടെയും ആഗ്രഹങ്ങൾ വറ്റി, പലരുടെയും പ്രതീക്ഷകൾ വറ്റി, കണ്ണീരും കരച്ചിലും ഒക്കെ ആയി കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. എനിക്കൊപ്പം ഇപ്പോൾ ചേരുന്ന ഒരു ആശയം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പത്മജമാണ്. ഇവരാണ് അന്ന് മുടി മുറിച്ച്, മുടി മൊട്ടയടിച്ച്, തല മുണ്ടനം ചെയ്ത് സർക്കാരിന് മുൻപ് പ്രതിഷേധം അറിയിച്ചൊരു ആശയാണ്. ഇന്ന് ചർച്ച നടക്കാൻ പോവാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഞങ്ങൾക്ക് 100%, 99% പ്രതീക്ഷയുണ്ട്. ഞങ്ങളെ പറഞ്ഞ് ഈ പാവപ്പെട്ട ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കാതിരുന്നാൽ മതി. 2 ചർച്ചയും പരാജയപ്പെടുത്തി. ഇനിയെങ്കിലും ഞങ്ങളോട് ഒരു കരുണ കാണിച്ച് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വീടുകളിൽ പറഞ്ഞു വിടേണ്ട ഒരു ഭാഗ്യം ഞങ്ങൾക്ക്, വീടുകളിൽ പോകേണ്ട ഒരു ഭാഗ്യം ഞങ്ങൾക്ക് വേണം, കിട്ടണം. അതിൽ അങ്ങനെ ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 100% സന്തോഷമാണ് ഉള്ളത്. നിരാഹാരം ഇരുന്ന പലരുടെ ആരോഗ്യസ്ഥിതി മോശമായി, പലരും വിഷമത്തിലാണ്, വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. ഒരു പ്രതീക്ഷ, വലിയ പ്രതീക്ഷയിലാണ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പോകാൻ പോകുന്നത്. ഇന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്, വലിയ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പക്ഷെ മുമ്പ് 2 പ്രാവശ്യവും നമ്മളെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പോയിട്ട് ഞങ്ങളെ പറ്റിച്ച് തിരിച്ചു പോന്നു. ഇനി അത് അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അവർ പറഞ്ഞതുപോലെ തന്നെയാണ്, അവർ വലിയ പ്രതീക്ഷയിലാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ കവാടം കടന്ന് അകത്തേക്ക് പോകാൻ പോകുന്നത്. 3 മണിക്കാണ് ചർച്ച തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി ചർച്ച നടത്തി. ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ ആരോഗ്യമന്ത്രി കേന്ദ്രത്തിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ 5 ലക്ഷം രൂപ അവരുടെ വിരമിക്കൽ ആനുകൂല്യമായി നൽകുക എന്നീ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ ഓരോ ആശമാരും മുന്നോട്ട് വെക്കുന്നത്. ഇനിയിപ്പോൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ
കുടുംബശ്രീ സംഘടനകളടക്കം ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വിവിധ തൊഴിലാളി സംഘടനകളടക്കമുള്ളവർ ആശമാർക്ക് ഐക്യദാർഢ്യം നിരവധി തവണ പ്രഖ്യാപിച്ചു. ഇന്നൊക്കെ അവർ സമരപന്തലിലേക്ക് എത്തുകയും ചെയ്യും. ഒരുപക്ഷെ ഇനി 53-ാം ദിവസം എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ദിവസമാണ്. കാരണം കഴിഞ്ഞ 53 ദിവസങ്ങൾ ഇവർ വിവിധ തരത്തിലുള്ള സമരങ്ങൾ നടത്തി. അക്രമത്തിന്റെ സ്വഭാവങ്ങളൊന്നും നടത്താതെ സമാധാന അന്തരീക്ഷത്തിൽ സ്വന്തം മുടി മൊട്ടയടിച്ചും അല്ലെങ്കിൽ തലമുണ്ടനം ചെയ്തും മുടി മുറിച്ചുമൊക്കെ സർക്കാരിന് മുൻപിൽ അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധത്തിനൊക്കെ ഒരു വഴി തെളിയുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇന്ന് ഈ മണിക്കൂറിൽ ഉള്ളത്. എന്തായാലും ആശമാർ സന്തോഷത്തിലാണ്. കാരണം മന്ത്രി ഒരു 3ാം ഘട്ട ചർച്ചയ്ക്ക് തയ്യാറായതിലും കേന്ദ്രത്തിന്റെ കാര്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായതിലുമുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും നമുക്കും കാത്തിരിക്കാം വീണ, ഇവരുടെ പ്രതീക്ഷകളൊക്കെ നിറവേറ്റി ഈ സമരപന്തലൊക്കെ പൊളിച്ച് ഇവിടെ നിന്നും സമരം പൂർത്തിയാക്കി ഇവർ വീടുകളിലേക്ക് മടങ്ങുമെന്നുള്ളത്. കാരണം നമ്മളോട് സംസാരിച്ച ആശ പറഞ്ഞതുപോലെ അവർ ഇവിടെ ഇരിക്കാൻ വന്നവരല്ല, അവർ ആരോഗ്യ പ്രവർത്തകരാണ്. കൊറോണയും നിപ്പയും ഒക്കെ വന്നപ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന പോരാളികളാണ്. ആരോഗ്യ പ്രവർത്തകർക്കപ്പുറം ഒരു പോരാളികളാണ്. അവരുടെ കുടുംബത്തെ നോക്കണം, ഒപ്പം തന്നെ വളർന്നു വരുന്ന ഒരുപാട് തലമുറകളെ അവർക്ക് വാർത്തെടുക്കാനുണ്ട്, അവരെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇവരെ കാത്തിരിക്കുന്ന ഒരുപാട് ക്ഷയരോഗികളും പാലിയേറ്റീവ് രോഗികളും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ അരികിലേക്ക് എത്താനുള്ളൊരു വെമ്പൽ കൊള്ളുകയാണ്. അതിനൊക്കെ ആദ്യം വേണ്ടത് ഈ ഒരു സമരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ആ സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും വേണം. ആ ആവശ്യങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ അംഗീകരിക്കുമെന്നുള്ള ശുഭാപ്തി പ്രതീക്ഷയിലാണ് ഈ സമരസമിതിയുടെ അംഗങ്ങൾ, ആശാ വർക്കർമാർ. ഈ സമരം ഈ 53-ാം ദിവസവും തുടരുന്നത് വീണ. ഓക്കെ.